മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തെങ്കിൽ പ്രാർത്ഥനയോടെ വചനധ്യാനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ ഒരുക്കിയ ആ വലിയ കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. സകല മാനവ മഹത്വവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 19-20 വാക്യങ്ങൾ. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലേഹേം വരെ നടന്നു. അവർ ബേത്ലേഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവവചനമാണ് നാം വായിച്ചത്. നവോമിയും രൂത്തും. നമ്മൾ ഇതിന് മുമ്പ് രൂത്തിനെ കുറിച്ച് പഠിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നമുക്ക് നവോമിയെ കുറിച്ച് അല്പസമയം ചിന്തിക്കാം. തന്റെ മരുമക്കളെ നന്നായി സ്നേഹിക്കുകയും കരുതുകയും അവർക്കായി തന്റെ സ്നേഹം മുഴുവനും കൊടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച ഒരു അമ്മാവി അമ്മയാണ് നവോമി എന്ന് നമുക്ക് ഈ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഈ നവോമി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ നവോമി രൂത്തുമായി ബേത്ലേഹേമിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കണ്ട ജനങ്ങൾ, അവർ ആ ബേത്ലേഹേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള സഹോദരിമാർ ഇവരെ കണ്ടുകൊണ്ട് ആർത്ത് സന്തോഷിച്ച് ഇവരുടെ അടുക്കലേക്ക് ഇവരെ എതിരേൽക്കുവാൻ വളരെ സന്തോഷത്തോടെ ഓടിച്ചെല്ലുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബേത്ലേഹേം വരെ എത്തി. ബേത്ലേഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി എന്നാണ് പറയുന്നത്. അതായത് ബേത്ലേഹേം പട്ടണം മുഴുവനും ഈ നവോമി നിമിത്തം ഇളകി എന്നാണ് നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നത്. നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നവോമി ആ ബേത്ലേഹേം പട്ടണം വിട്ടു പോകുന്നതിന് മുമ്പ് ആ പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു സഹോദരി തന്നെ ആയിരുന്നു. എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും എല്ലാവരും അറിയപ്പെടുന്നതുമായ ഒരു സഹോദരി ആയിരുന്നുവെന്ന് നമുക്ക് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു സഹോദരി ഒരു പട്ടണത്തിലേക്ക് വരുമ്പോൾ ആ പട്ടണം മുഴുവൻ ഇളകി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ പ്രശംസനീയം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഒരു പട്ടണത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആ ഗ്രാമനിവാസികൾ, ആ പട്ടണവാസികൾ വളരെ സന്തോഷത്തിലാകുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകള്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം, ഇങ്ങനെ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും മാനിക്കപ്പെടുന്ന, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ മാത്രമേ ആ വ്യക്തി വരുമ്പോഴാണ് വാസ്തവത്തില് ജനമെല്ലാം ഒന്ന് ഇളകി വളരെ സന്തോഷം പ്രകടിപ്പിക്കും. അതായത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കന്മാരാണ് വരുന്നതെങ്കിൽ അതായത് രാഷ്ട്രീയക്കാര് ആ സന്തോഷം പ്രകടിപ്പിക്കും. അല്ല, സിനിമാ താരങ്ങളാണ് വരുന്നതെങ്കിൽ അവരുടെ ആരാധകര് വളരെ സന്തോഷിക്കും. ഒരു സ്പോർട്സ് താരമാണ് വരുന്നതെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവർ, സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നവർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ആർത്തുഘോഷിക്കുമല്ലേ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ട് വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒരു പട്ടണം മുഴുവനും ഇളകി എന്ന് നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഈ നവോമിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവൾ അത്രത്തോളം ആ പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ നാട് വിട്ടുപോയി ചില വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ അങ്ങനെ സ്വാഭാവികമായി നടക്കാറില്ല. പ്രശസ്തരായിട്ട് എവിടേക്കെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോയവർ മടങ്ങി വരുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഇന്നയാള് വന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഒരുമിച്ചുള്ള ആ സന്തോഷവും ആ ഉല്ലാസമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ
നമ്മുടെ ദൈവവചനത്തിൽ വായിക്കുന്നത് നവോമി ആ പട്ടണത്തിൽ വന്നപ്പോൾ ആ പട്ടണം മുഴുവനും ഇളകി എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അപ്പം അവരെ കണ്ടപ്പോൾ, അവളെ കണ്ടപ്പോൾ തന്നെ ഇവൾ നമ്മുടെ നവോമി അല്ലേ എന്നൊരു സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ നവോമി അവിടെ ഒരു മറുപടി പറയുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്തു നിന്ന് കൂടെ വന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. മനസ്സിലായോ? അവർ എല്ലാവരും നവോമിയെ കണ്ട ഒരു പട്ടണം മുഴുവനും ആർത്ത് ഉല്ലസിച്ച് ആഘോഷിച്ച് അവളെ എതിരേൽക്കുമ്പോൾ അവൾ പറയുകയാണ്, എന്നെ നവോമി എന്ന് നിങ്ങൾ എന്നെ വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? മാറ എന്ന് വിളിപ്പീൻ. അതിനൊരു കാരണമുണ്ട്. സർവശക്തൻ, നവോമി എന്നെ മറുപടി പറയുകയാണ്, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ നിറഞ്ഞവളായിട്ടാണ് ബേത്ലേഹേം പട്ടണം വിട്ട് പോയത്, എന്നാൽ ഞാൻ ഒഴിഞ്ഞവളായി ഇന്ന് മടങ്ങി വന്നിരിക്കുകയാണ് നിങ്ങളുടെ മധ്യത്തിൽ. എന്താണ് കാരണം അവൾ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ആ 1 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോഴാണ് ആ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ രൂത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ആ ചരിത്രം പഠിച്ചതാണ്. ഒരിക്കൽ കൂടെ നമുക്ക് നവോമിയോടുള്ള ബന്ധത്തിൽ അവള് നിറഞ്ഞവളായി എങ്ങനെയാണ് ബേത്ലേഹേം പട്ടണം വിട്ട് മോവാബ് ദേശത്തേക്ക് കടന്നുപോയതെന്ന് നമുക്ക് നോക്കാം. അതായത് ബേത്ലേഹേം പട്ടണം എന്ന് പറയുമ്പോൾ ബേത്ലേഹേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ ഭവനം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നവോമി എന്ന വാക്കിന്റെ അർത്ഥം ആനന്ദം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം അവളുടെ പേരിൽ തന്നെ ഒരു ആനന്ദമുണ്ടല്ലേ. നമ്മുടെയൊക്കെ പേരിനുമുണ്ട് ഓരോ അർത്ഥങ്ങള്. ഇന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവരും 1-2 വാക്കും കൊണ്ട് അല്ലെങ്കിൽ 2 അക്ഷരം കൊണ്ട് പേരൊതുക്കി കളയുന്നൊരനുഭവം. അതിനൊന്നും പ്രത്യേകിച്ചൊന്നും അർത്ഥം ഉണ്ടായെന്ന് വരില്ല. പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന പല പേരുകളുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഈ ലോകത്തോട് ചേർന്ന അർത്ഥങ്ങളായിരിക്കും കൂടുതലും ഗൂഗിൾ സെർച്ചിങ്ങിൽ കൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന പല പേരുകളും. എന്നാൽ നമ്മൾ ബൈബിളിൽ നിന്ന് നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ട് തന്നെ അതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ നവോമിയുടെ പേരിന്റെ അർത്ഥം ആനന്ദം എന്നാണ്. അതായത് ആനന്ദമുള്ളവളായിരുന്നു എന്നുകൊണ്ട് തന്നെയാണ് നവോമിക്ക് ആ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവള് ബേത്ലേഹേം പട്ടണത്തിൽ ഈ അപ്പത്തിന്റെ ഭവനമായിരിക്കുന്ന ബേത്ലേഹേമിൽ പാർത്തിരുന്ന കാലത്ത് അവൾ അനേകർക്ക് ആനന്ദം പകരുന്നവളായിരുന്നു, അല്ലെങ്കിൽ സന്തോഷം പകരുന്നവളായിരുന്നു. അനേകരാൽ അവൾ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ബേത്ലേഹേം പട്ടണത്തിൽ അല്ലെങ്കിൽ ബേത്ലേഹേമിൽ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ അവൾ ആ പട്ടണം വിട്ട് ദൂരദേശത്തേക്ക് പോയി. എവിടേക്ക് പോയി? മോവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് പോയി. അവൾ കടന്നു പോകുമ്പോൾ അവളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? എലിമേലേക്ക് എന്ന അവളുടെ ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. 2 ആൺമക്കളും സ്വന്തം ഭർത്താവുമായിട്ടാണ് അവള് ബേത്ലേഹേം പട്ടണം വിട്ട് മോവാബ് ദേശത്തേക്ക് പോയത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏകദേശം 10 വർഷത്തോളം അവൾ മോവാബ് ദേശത്ത് പാർത്തു. അതായത് തന്റെ ഭർത്താവിനോടും മക്കളോടൊക്കെ ഒരുമിച്ച് പാർത്തു. അതിനുശേഷം അവര് 3 പേരും മരിച്ചുപോയി. 2 ആൺമക്കളും അവളുടെ ഭർത്താവും മരിച്ചു. പിന്നെ അവളും 2 മരുമക്കളും അവിടെ ശേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവള് സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, തന്റെ ചർച്ചക്കാർ പാർക്കുന്ന നാട്ടിലേക്ക് മടങ്ങി പോകണമെന്നുള്ളൊരു തീരുമാനം മരുമക്കളെ അറിയിക്കുന്നത്. അത് 2 മരുമക്കളും മോവാബി സ്ത്രീകളായിരുന്നു എന്ന് നമ്മൾ രൂത്തിന്റെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. 2 പേരും ഓർപ്പയും രൂത്തും മോവാബി സ്ത്രീകളായിരുന്നു. ആ മൂത്ത മരുമകൾ ഓർപ്പ അമ്മാവി അമ്മയെ സന്തോഷത്തോടെ ചുംബിച്ച് ഭവനത്തിൽ നിന്നും
അവളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ, അല്ലെങ്കിൽ അവളുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇളയ മരുമകളായിരിക്കുന്ന രൂത്ത് മാത്രം അവളോട് ഒരുമിച്ച് യാത്ര തുടരുകയാണ്. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നെല്ലാം പറഞ്ഞാണ് ഈ മരുമകൾ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ അമ്മാവി അമ്മ എത്ര സ്നേഹമുള്ളവളായിരുന്നല്ലേ. ഒരു മരുമകൾ അങ്ങനെ പറയണമെങ്കിൽ ആ അമ്മയിൽ നിന്നും വളരെ സ്നേഹം, വളരെ കരുതല് അവൾ അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മരുമകൾ അങ്ങനെ പറയത്തില്ല. വാസ്തവത്തിൽ ഈ നവോമി നമുക്കെല്ലാം ഒരു മാതൃകയാണ്. നല്ലൊരു അമ്മാവി അമ്മയായിരുന്നു അവൾ. 2 മരുമക്കളെ ഉള്ളെങ്കിലും അവരോട് വളരെ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഈ മരുമക്കളോട് പെരുമാറിയിരുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 2 മരുമക്കളോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോക്കോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ഇവിടെ കെട്ടിപ്പിടിച്ചു പൊട്ടി കരഞ്ഞാണ് യാത്ര പറയുന്നത്. ഓർപ്പ വളരെ പൊട്ടി കരഞ്ഞ് ചുംബിച്ച് യാത്ര പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രൂത്ത് ഈ അമ്മയെ വിട്ടുപിരിയുവാൻ ആഗ്രഹിച്ചില്ല. അപ്പൊ എത്ര നല്ല സഹോദരിയായിരിക്കും അല്ലേ. നമ്മളും ഓരോ മരുമക്കളാണ് ഓരോ ഭവനത്തില്. ചിലവര് എന്റെ ഈ വചനം ശ്രദ്ധിക്കുന്ന ചിലവരെങ്കിലും അമ്മാവി അമ്മമാരായിരിക്കാം. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ സ്ഥാനം എവിടെ നിൽക്കുന്നു. നമ്മളെങ്ങനെ ഒരു മരുമകളാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അമ്മയോട് പെരുമാറുന്നത്? നമ്മളൊന്ന് ഒരു നിമിഷം ചിന്തിക്കുക. അവർക്കൊരു മകളായിട്ടാണോ, ഒരു ആശ്വാസപ്രദയായിട്ടാണോ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. ഇനി നിങ്ങളൊരു അമ്മാവി അമ്മയാണെങ്കിൽ നിങ്ങളുടെ മരുമക്കളോട് എപ്രകാരമാണ് പെരുമാറുന്നത്? ഈ നവോമിയെ പോലെ ആ മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ആ മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കരുതുവാനും സ്നേഹിക്കുവാനും നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് നല്ലൊരു അമ്മയുടെ ഉത്തമ ലക്ഷണം. അങ്ങനെ മടങ്ങി വന്ന ഈ ഇളയ മരുമകളുമായി മടങ്ങി വന്ന ഈ ബേത്ലഹേം പട്ടണത്തിലേക്ക് മടങ്ങി വന്ന നവോമിക്ക് നല്ലൊരു സ്വീകരണം ലഭിച്ചു. അവളുടെ ജീവിതത്തിൽ അവൾ നിറഞ്ഞവളായിട്ട് കടന്നുപോയി. എന്നാൽ ഒഴിഞ്ഞവൾ എന്ന് അവൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. തന്റെ 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു, തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ആ വേദനയിലാണ് അവളെ പറയുന്നത്, എന്നെ മാറ എന്ന് വിളിപ്പേ, എന്നെ ഇനി നവോമി എന്ന് വിളിക്കണ്ട, ഞാൻ ഒഴിഞ്ഞവളായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ ചർച്ചക്കാരുടെ ഇടയിൽ തന്റെ മരുമകളുമായി പാർക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് പിന്നീട് കാണുന്ന തന്റെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരിയായിരിക്കുന്ന ഒരു മരുമകളുണ്ട്. അവളെ തന്റെ കാലശേഷം അവൾ അന്യജാതിക്കാരിത്വമാണ്. ഇപ്പോൾ അവൾ പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിലാണ്, ബേത്ലഹേം പട്ടണത്തിലാണ് വന്ന് പാർക്കുന്നത്. തന്റെ മാത്രം ആൾക്കാർ താമസിക്കുന്ന ആ ജനത്തിന്റെ ഇടയിൽ പാർക്കുമ്പോൾ ഈ മരുമകൾക്ക് വേണ്ടി ഒരു കരുതല് ഈ അമ്മായിമ്മയ്ക്ക് ഉണ്ടാകുന്നു. അതാണ് നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്. അനന്തരം അവളുടെ അമ്മാവി അമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? കണ്ടോ, നല്ലൊരു അമ്മയല്ലേ, സ്വന്തം മകന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു അമ്മ. നവോമിയെ അമ്മാവി അമ്മ എന്ന് നമുക്ക് സംബോധന ചെയ്യാൻ പറ്റത്തില്ല രൂത്തിനോടുള്ള ബന്ധത്തിൽ. കാരണം സ്വന്തം അമ്മ സ്വന്തം പെൺകുഞ്ഞിന് വേണ്ടി കരുതുന്നത് പോലെ തന്റെ മരുമകൾക്ക് വേണ്ടിയുള്ള ഒരു കരുതല് നമ്മൾ കാണുകയാണ്. നവോമി അവളോട് പറയുകയാണ്, രൂത്തിനോട്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ല. എന്താണ് വിശ്രാമ സ്ഥലം? നമ്മൾ മരിച്ചിട്ട് പോയി വിശ്രമിക്കുന്ന ആ ഒരു അനുഭവം അല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ അവൾക്കൊരു വിവാഹം, അല്ലെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ട ഒരാളുടെ കയ്യിൽ ഈ മകളെ ഏൽപ്പിക്കുക എന്ന ദൗത്യം ഈ അമ്മ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ബോവസിന്റെ വയലിലേക്ക് അവൾ കടന്നു പോകുന്നത്. തന്റെ ചാർച്ചക്കാരനായിരിക്കുന്ന ബോവസിന്റെ വയലിൽ രൂത്ത് കടന്നു ചെല്ലുന്നു. രൂത്ത് അവിടെ ജോലി ചെയ്യുന്നു. ചില നാളുകൾ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ എങ്ങനെ തന്റെ മരുമകൾക്ക് ഒരു വിശ്രാമ സ്ഥലം ഒരുക്കണമെന്ന് ആ അമ്മാവിയമ്മ മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ ചാർച്ചക്കാരനായിരിക്കുന്ന ബോവസ് വീണ്ടെടുക്കപ്പെടേണ്ടതിന് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച്
ബോവസ് അവളെ വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്റെ മരുമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ മകൾക്ക് വേണ്ടി കരുതുന്ന ഒരു അമ്മാവി അമ്മയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ രൂത്തിന് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം നവോമി കരുതി. അതാണ് ബോവസ്. ബോവസ് അവളെ വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. നമ്മൾ രൂത്തിന്റെ ചരിത്രത്തിൽ പഠിച്ചതാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില്, അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ അവര് ഓബേദ് എന്ന് പേർ വിളിക്കുകയാണ്. ഈ കുഞ്ഞ് ബോവസിനും രൂത്തിനും ഒരു കുഞ്ഞുണ്ടാകുന്നു. അതിന് ഓബേദ് എന്ന് പേരിട്ടു. ഈ കുഞ്ഞിനെ കുറിച്ച് നവോമിക്ക് അവിടുത്തെ പട്ടണക്കാർ പറയുകയാണ്, ഇവൻ, അതായത് ഈ കുഞ്ഞ് നിനക്ക് എന്തായിരിക്കും? ആശ്വാസപ്രദനായിരിക്കും. മാത്രമല്ല നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമമായ നിന്റെ ഈ മകളല്ലോ അല്ലെങ്കിൽ ഈ മരുമകളല്ലയോ ഇവനെ പ്രസവിച്ചത്. കണ്ടോ, ആ അമ്മയും മകളുമായിട്ടുള്ള ബന്ധം വലിയൊരു ആഴമേറിയ ബന്ധമാണ് പട്ടണക്കാർക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 7 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠയായിരിക്കുന്ന ഈ മരുമകളാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞ് ആരായിത്തീരും? നിന്റെ ജീവിതത്തില് നിനക്ക് ആശ്വാസപ്രദനായിരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ അല്ലെ! തന്റെ പേരക്കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ത്രീകൾ പറയുകയാണ്, ഇവൻ നിനക്ക് വാർദ്ധക്യത്തിൽ ഒരു ആശ്വാസപ്രദനായിരിക്കും, നിനക്ക് പോഷകമായിരിക്കും. അതായത് നിന്നെ ഇനി നോക്കാനുള്ളത് ഇവനാ. ഇവൻ നിന്നെ അതുപോലെ നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്നെ നോക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ കുഞ്ഞ് എത്ര ആശ്വാസപ്രദമായ വാക്കുകൾ! ഏതൊരു അമ്മമാരും വാർദ്ധക്യത്തിൽ കേൾക്കുവാൻ, അല്ലെങ്കിൽ ഏതൊരു അമ്മമാരും തങ്ങൾക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാകുമ്പോൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഇമ്പമേറിയ വാക്കുകൾ നവോമിക്ക് കേൾക്കുവാൻ അവളുടെ കാതുകൾക്ക് ദൈവം ഭാഗ്യം നൽകി. അവള് കയ്പായിട്ടാണ് മോവാബ്യ ദേശത്തു നിന്നും ഈ പട്ടണത്തിലേക്ക് മടങ്ങി വന്നതെങ്കിൽ ദൈവം അവളെ അനുഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കയ്പിന്റെ അനുഭവം മാറ്റി. മാറ എന്ന് പറയുമ്പോൾ കയ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ആ മാറയുടെ അനുഭവം നവോമിയുടെ ജീവിതത്തിൽ പൂർണ്ണമായി നീക്കിക്കളഞ്ഞു. അവളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ രൂത്തിന്റെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നവോമി തന്റെ വാർദ്ധക്യത്തിൽ ആശ്വാസപ്രദനായി തീരേണ്ട ഒരു പൈതലിനെ തന്റെ മടിയിൽ കിടത്തി അവന് ഓബേദ് എന്ന് പേരിട്ടു. വലിയ ചരിത്രമാണ് അതൊക്കെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നമ്മുടെ വാർദ്ധക്യത്തില് നമ്മുടെ പേരക്കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അവരുടെ മക്കളെല്ലാം അവരുടെ മക്കൾ നമുക്ക് ആശ്വാസമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ കൃപ കൂടിയേ തീരും. നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കയ്പിന്റെ, വേദനയുടെ, നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. സാരമില്ല. ഈ കയ്പിന്റെ അനുഭവങ്ങളെല്ലാം മാറ്റി, ഈ മാറയുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്കൊരു പോഷകമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകളിൽ കൂടി അതിന്റെ ആ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. സ്വർഗത്തിലെ ദൈവം നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തതയാണത്. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മളെ കരുതുന്നു. അതിന്റെ ഉത്തമ തെളിവാണ് നവോമിയുടെ ജീവിതം. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെട്ടു പോകരുത്. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാര്, ഏതെങ്കിലും അമ്മമാര് ദുഃഖത്തോടെ, വേദനയോടെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം കരുതി തരും. നമ്മുടെ വാർദ്ധക്യം നിരാശയോടെ, വേദനയോടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു നാളും നമ്മെ അനുവദിക്കുകയില്ല.
അതുകൊണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി അനുഗ്രഹമായി തീരട്ടെ. ഈ ദൈവവചനങ്ങളെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവവചനം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.